ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആണ് ഉണ്ട് എന്ന് വർത്തമാനകാലത്തിൽ പറയാൻ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആയിരുന്നു, ഉണ്ടായിരുന്നു എന്ന് പറയാൻ സഹായിക്കുന്ന കോഡാണ്. ഇന്ന് പഠിക്കുന്നത് ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പഠിക്കുന്ന കോഡാണ്. ഓക്കെ, കോഡ് നോക്കാം നമുക്ക്. താ തീ തേ. ഏതാണ്? താ തീ തേ. അതെങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒരു ആൺകുട്ടിയോ പുരുഷനോ ആണ് പറയുന്നതെങ്കിൽ അവിടെ ലാസ്റ്റിൽ താ വരും. ഒരു ബോയ് പറയുകയാണെങ്കിൽ അവിടെ ലാസ്റ്റിൽ താ വരും. അതുപോലെ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ പറയുകയാണെങ്കിൽ അവിടെ തീ വരും. ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ഗേളോ പറയുകയാണെങ്കിൽ ലാസ്റ്റിൽ തീ വരും. ഓക്കെ, അതുപോലെ ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബഹുമാനത്തോടെ പറയുമ്പോഴോ ലാസ്റ്റിൽ എന്ത് വരും? തേ വരും. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ലാസ്റ്റിൽ തേ വരും. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മേ ഞാൻ, അവിടെ താ തീ വരും. ആദ്യം നമുക്ക് സ്വന്തം കാര്യങ്ങൾ, ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കണേ. ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു. മേ ഘർ പർ താ. ഇവിടെ ലാസ്റ്റിൽ എന്താ വന്നേ? താ. അപ്പൊ അതൊരു ബോയ് പറയുമ്പോഴേ നമ്മൾ യൂസ് ചെയ്യും. മേ ഘർ പർ താ. ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു. താ അല്ലെ ലാസ്റ്റിൽ, അത് നിങ്ങൾ മനസ്സിലാക്കുക. മേ ഘർ പർ താ. ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു. അതൊരു ബോയ് പറയുമ്പോ. ഇനി മേ ഘർ പർ തീ. ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു. അർത്ഥം സെയിം തന്നെ, പക്ഷെ ലാസ്റ്റിൽ നോക്കിയേ തീ വന്നു. അതൊരു ഗേള് പറയുമ്പോഴും നമ്മൾ യൂസ് ചെയ്യും. മേ ഘർ പർ തീ. ഞാൻ വീട്ടിലുണ്ടായിരുന്നു. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. തീ വരാൻ കാരണം അതൊരു ഗേള് സംസാരിക്കുന്നത് കൊണ്ടാ. ഞാൻ ബിസി ആയിരുന്നു. മേ വ്യസ്തത. ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ ബോയ് കൊടുത്തത് അതൊരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ബോയ് പറയുമ്പോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട്. മേ വ്യസ്തത. ഞാൻ ബിസി ആയിരുന്നു. വ്യസ്തത അല്ലേ? ഞാൻ ബിസി ആയിരുന്നു. അതൊരു ഗേള് പറയുമ്പോ എങ്ങനെ യൂസ് ചെയ്യും? മേ വ്യസ്തി. മേ വ്യസ്തി. ഞാൻ ബിസി ആയിരുന്നു. അതാ ബ്രാക്കറ്റിൽ അവിടെ ഗേള് എന്ന് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തത്. മേ വ്യസ്തി. ഞാൻ ബിസി ആയിരുന്നു. ഒരു ഗേള് പറയുമ്പോൾ യൂസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ വ്യത്യാസം? ഞാൻ തയ്യാറായിരുന്നു. മേ തയ്യാർത്ത. മേ തയ്യാർത്ത. ഞാൻ തയ്യാറായിരുന്നു അല്ലെങ്കിൽ ഞാൻ റെഡി ആയിരുന്നു. മേ തയ്യാർത്ത. ഇവിടെ താ വന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു ബോയ് പറയുമ്പോ. അടുത്ത് നോക്കിയേ, മേ തയ്യാർത്തി. ഞാൻ തയ്യാറായിരുന്നു. അവിടെ തീ വരാൻ കാരണം അതൊരു ഗേള് പറയുന്നത് കൊണ്ട് യൂസ് ചെയ്തു. മേ തയ്യാർത്തി. അടുത്തത് വഹ്. അവൻ അവൾ വരുമ്പോ എങ്ങനെയാ? താ തീ. അതിന്റെ വ്യത്യാസം നമുക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, അവൻ അവിടെ ഉണ്ടായിരുന്നു. വഹ് വഹാം ത. വഹ് വഹാം ത. അവൻ അവിടെ ഉണ്ടായിരുന്നു. വഹ് വഹാം ത. അവൾ അവിടെ ഉണ്ടായിരുന്നു. വ വഹാം തി. അവൾ അവിടെ ഉണ്ടായിരുന്നു. വ വഹാം തി. അവൾ വരുമ്പോ ലാസ്റ്റ് തീ വന്നു. അവൻ വരുമ്പോ ലാസ്റ്റിൽ എന്ത് വന്നു? താ വന്നു. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. അവൻ ഓഫീസിലായിരുന്നു. വ ഓഫീസ് മേധ. വ ഓഫീസ് മേധ. അവൻ ഓഫീസിലായിരുന്നു. നമ്മൾ വഹ് എടുത്തു പറയത്തില്ല, അവൻ വോന്നേ പറയത്തുള്ളൂ. വോ. അവൻ ഓഫീസിലായിരുന്നു. അവൾ ഓഫീസിലായിരുന്നു എങ്ങനെ പറയാ? വ ഓഫീസ് മേധി. വ ഓഫീസ് മേധി. അവൾ ഓഫീസിലായിരുന്നു. അവൻ വീട്ടിൽ ഉണ്ടായിരുന്നു എങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻ ആയിട്ട്? ക്യാ വ ഘർ പർ താ. ക്യാ വ ഘർ പർ താ. അവൻ വീട്ടിൽ ഉണ്ടായിരുന്നു എങ്ങനെ ചോദിക്കാം? ക്യാ വ ഘർ പർ താ. ഉത്തരം പറയാ അതെ, ഹാ. അവൻ വീട്ടിൽ ഉണ്ടായിരുന്നു. വ ഘർ പർ താ. വ ഘർ പർ താ. അവൻ വീട്ടിൽ ഉണ്ടായിരുന്നു. അതെ, അവൻ വീട്ടിൽ ഉണ്ടായിരുന്നു. ഹാ വ ഘർ പർ താ. മനസ്സിലാവുന്നുണ്ടല്ലോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോ. അവൾ അവിടെ ഉണ്ടായിരുന്നോ? ക്യാ വ വഹാം ദി. ക്യാ വ വഹാം ദി. അവൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. നെഹീം. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. വ വഹ നെഹീദി. വ വഹ നെഹീദി. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. നെഹി പറഞ്ഞ ഇല്ല. നെഹി വ വഹ നെഹീദി. ഇല്ല, അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? നെഹി പറഞ്ഞ ഇല്ല. ഹം ഞങ്ങൾ അല്ലെങ്കിൽ ആപ്പ് താങ്കൾ. നമ്മൾ ബഹുമാനത്തോടെ സംസാരിക്കുമ്പോൾ ലാസ്റ്റിൽ എന്ത് വരും? തേ. ഹം ഞങ്ങൾ, ആപ്പ് താങ്കൾ. നമുക്കിതിന് എക്സാമ്പിൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞങ്ങൾ പുറത്തായിരുന്നു അല്ലെങ്കിൽ വെളിയിലായിരുന്നു. ഹം ബാഹർ ദേ. ഹം
ബാഹർദേ ഞങ്ങൾ പുറത്തായിരുന്നു അല്ലെങ്കിൽ വെളിയിലായിരുന്നു. എങ്ങനെ പറയാം? ഹം ബാഹർദേ. ഞങ്ങൾ സന്തോഷത്തിലായിരുന്നു. ഹം ഖുഷ് ദേ. ഹം ഖുഷ് ദേ. ഞങ്ങൾ സന്തോഷത്തിലായിരുന്നു. എങ്ങനെ പറയാ? ഹം ഖുഷ് ദേ. താങ്കൾ എവിടെയായിരുന്നു? ആപ് കഹാം ദേ. ആപ് കഹാം ദേ. താങ്കൾ എവിടെയായിരുന്നു? ഞങ്ങൾ വീട്ടിലായിരുന്നു. ഹം ഘർ പർ ദേ. കുറെ ആൾക്കാരുണ്ടായിരുന്നു അയാളെ കൂടെ, അതുകൊണ്ടാ പറഞ്ഞ ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടിലായിരുന്നു. ഹം ഘർ പർ ദേ. ഹം ഘർ പർ ദേ. ഹം വന്നതുകൊണ്ടല്ല ഇവിടെ ദേ വന്നത്. നിങ്ങൾ എവിടെയായിരുന്നു? തും കഹാം ദേ. തും കഹാം ദേ. നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ വീട്ടിലായിരുന്നു. മേ ഘർ പർ ഥാ. മേ ഘർ പർ ഥാ. ഇവിടെ താ വന്നത് ഒരു ബോയിയാ ആൻസർ പറയുന്നു അല്ലേ? മേ ഘർ പർ ഥാ. ഞാൻ വീട്ടിലായിരുന്നു. ലാസ്റ്റ് ടിപ്സ് ഓർത്തു വെക്കുക. ഒരു ബോയ് പറയുകയാണെങ്കിൽ അവിടെ താ വരും, ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നേ അർത്ഥം. അതുപോലെ ഒരു പെൺകുട്ടി പറയുമ്പോഴും ലാസ്റ്റിൽ തീ വരും. അതുപോലെ പലർ നാം കൊടുത്തത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പിന്നെ ബഹുമാനത്തോടെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുമ്പോഴും ലാസ്റ്റിൽ എന്ത് വരും? തേ. അർത്ഥം സെയിം തന്നെ, ആയിരുന്നു, ഉണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ.